അങ്ങനെ നമ്മുടെ ഗംഗേട്ടനോട് ബാലചന്ദ്രൻ ഓരോന്ന് സ്റ്റാൻലിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ പേര് മറന്നു, എന്താ പേര് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഗംഗേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്റ്റാൻലി ജോസഫാണ്. അപ്പോൾ അയാൾ എവിടെ താമസിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കഴിഞ്ഞ കഥയൊക്കെ എന്തിനാണ് ബാലചന്ദ്രൻ ഇപ്പോൾ കുത്തിപ്പോക്കണത്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത് അതെങ്ങനെ കഴിയുക ഗംഗേട്ട, അലീന പോയാലല്ലേ നിങ്ങളുടെ പെങ്ങൾ ആ വീട്ടിലേക്ക് വരുള്ളൂ, പിന്നെ എങ്ങനെ അതൊക്കെ കഴിയുക? ഇനിയിപ്പോൾ അവളുടെ അത്രയും കാലം അവളുടെ പെറ്റമ്മയുടെ കൂടെ ജീവിച്ചു, നീതിയൊന്നും കിട്ടാതെ, ഇനിയെങ്കിലും അവളുടെ അച്ഛൻ്റെ കൂടെ പോയിട്ട് നീതിയൊക്കെ കിട്ടിയിട്ട് സുഖമായി ജീവിക്കട്ടെ വിചാരിച്ചിട്ടാണെന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രനോട് നമ്മുടെ ഗംഗേട്ടൻ എല്ലാ സത്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ പിന്നെ ചെല്ലുന്ന ഗോവർദ്ധനോട് പറഞ്ഞിട്ട് നാളെ നമ്മൾ യാത്ര പോവാണ്, നമ്മുടെ നാളത്തെ യാത്ര പുനലൂർക്കാണ്, ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള ആ ബോധത്തിൻ്റെ ഉത്ഭവ സ്ഥാനത്തേക്ക് എത്താൻ പോണത് എന്നൊക്കെ പറയുന്നുണ്ട്. ഗോവർദ്ധനാണെങ്കിൽ ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധനോട് കണ്ണൊക്കെ ചിമ്പിയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ അലീനയും അവരൊക്കെ ടൂറൊക്കെ പോകാനുള്ള സന്തോഷത്തിലാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.